ഭക്തലക്ഷങ്ങളുടെ കണ്ടമിടറുന്ന ഒരു സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ശബരിമലയിലെ ശ്രീകോവിലിനുള്ളിൽ അയ്യപ്പന്റെ ചൈതന്യത്തിന് കാവൽ നിൽക്കുന്ന തന്ത്രി കണ്ഠർ രാജീവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ പിണറായി സർക്കാരും ദേവസ്വം ബോർഡിലെ വമ്പന്മാരും നടത്തിയ ഗൂഢാലോചന പൊളിഞ്ഞു വീണിരിക്കുന്നു. തന്ത്രി കുറ്റവിമുക്തനായിരിക്കുന്നു. പക്ഷേ അതൊരു തുടക്കം മാത്രമാണ്. ഇനി സംഭവിക്കാനിരിക്കുന്നത് ഇതിലും വലിയ വലിയ ട്വിസ്റ്റുകളാണ്. ശബരിമലയിലെ പുണ്യസ്വർണം മോഷ്ടിച്ചവർ ആരൊക്കെയാണ്? തന്ത്രിയെ കരുവാക്കി രക്ഷപ്പെടാൻ നോക്കിയ ആ രാഷ്ട്രീയ സ്രാവുകൾ ഇനി എങ്ങോട്ടോടും? കേരളം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് നീങ്ങുമ്പോൾ സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായും ശബരിമലയെ മുൻനിർത്തി ഒരു പുതിയ രാഷ്ട്രീയ യുദ്ധത്തിന് കാഹളം മുഴക്കിക്കഴിഞ്ഞു. ജനുവരി 11 അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുന്നതോടെ മിഷൻ 2026 തുടക്കമാകും. പിന്നാലെ പ്രധാനമന്ത്രി സന്നിധാനത്തേക്ക്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രാഷ്ട്രീയ പുകലുകൾക്കാണ് ഇനി സന്നിധാനവും സെക്രട്ടേറിയറ്റും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. എന്താണ് ശബരിമലയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ സ്വർണം എവിടെ പോയി? ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ കൂടെ ഉണ്ടാകുക. ഓരോ രഹസ്യങ്ങളും നമ്മൾ ഇന്ന് പുറത്തുവിടുകയാണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും നിർണായകമായ വഴിത്തിരിവാണ് പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ട്. തന്ത്രി കണ്ഠർ രാജീവർക്ക് സ്വർണ്ണ ഇടപാടിൽ യാതൊരു പങ്കുമില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നു. ഇതിലൂടെ പുറത്തു വരുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെയും സംഘത്തിന്റെയും അവിശ്വസനീയമായ ചതിയുടെ കഥകളാണ്. ശ്രീകോവിൽ അറ്റകുറ്റപ്പണിക്ക് തന്ത്രി നിർദ്ദേശിച്ചു എന്നായിരുന്നു പത്മകുമാറിന്റെ വാദം. എന്നാൽ മിനിറ്റ്സ് പരിശോധിച്ച പോലീസിന് ഞെട്ടിക്കുന്ന ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. മിനിറ്റ്സിൽ ആദ്യം രേഖപ്പെടുത്തിയത് പിച്ചളപ്പാളി എന്നായിരുന്നു. എന്നാൽ ആരോ അത് ബോധപൂർവം വെട്ടിത്തിരുത്തി ചെമ്പ് പാളി എന്നാക്കി മാറ്റി. എന്തിനു വേണ്ടിയായിരുന്നു ഈ തിരുത്തൽ? പിച്ചള എന്ന് എഴുതിയാൽ അവിടെ സ്വർണം പൂശാൻ കഴിയില്ല. ചെമ്പുപാളിയാക്കിയാൽ മാത്രമേ സ്വർണം ഉപയോഗിച്ചുള്ള മിനുക്കുപണികൾക്ക് സാധ്യത ലഭിക്കുള്ളൂ. സ്വർണ്ണക്കൊള്ള നടത്താൻ വേണ്ടി നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയായിരുന്നു ഇതെന്ന് വ്യക്തമാണ്. തന്ത്രി ഒപ്പിടാത്ത രേഖകൾ കോടതിയിൽ ഹാജരാക്കി അദ്ദേഹത്തെ കൊടുക്കാൻ ശ്രമിച്ചവർക്ക് ഇന്ന് മറുപടി ഇല്ലാതായിരിക്കുകയാണ്. ഈ കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. നമ്മൾ പറഞ്ഞു മടുത്തുവെങ്കിലും ഒന്ന് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കാം. ഇയാൾ എങ്ങനെയാണ് ശബരിമലയിലെ അപ്രഖ്യാപിത രാജാവായി മാറിയത്? 2004 ബംഗളൂരുവിൽ പൂജാരിയായിരുന്ന ഇയാളെ തന്ത്രി കണ്ഠർ രാജീവർ വഴിയാണ് ശബരിമലയിൽ എത്തിച്ചത് എന്ന് ഇടത് സൈബർ ലോകം പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ സത്യാവസ്ഥ മറ്റൊന്നാണ്. തന്ത്രി കൊണ്ടുവന്ന ഒരാൾ എന്ന നിലയിൽ തുടക്കത്തിൽ പരിഗണന ലഭിച്ചുവെങ്കിലും പിൽക്കാലത്ത് ഇയാൾ വളർന്നത് രാഷ്ട്രീയക്കാരുടെ തണലിലാണ്. കള്ളന് കഞ്ഞിവെച്ചവൻ എന്ന രീതിയിലാണ് അദ്ദേഹം വളർന്നത്. കോൺഗ്രസ് നേതാക്കളായ ജി രാമൻ നായർ, MP ഗോവിന്ദൻ നായർ, പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നിവരുടെ കാലത്താണ് പോറ്റി ശബരിമലയിലെ സമാന്തര ഭരണാധികാരിയായി മാറിയതെന്നാണ് CPM ആരോപിക്കുന്നത്. ആറന്മുളയിൽ വെച്ചൊരു കവറിൽ രഹസ്യമായി നൽകിയ ഉത്തരവിലൂടെയാണ് ഇയാൾക്ക് കീഴ്ശാന്തി നിയമനം ലഭിച്ചത്. ഇതിനു പിന്നിൽ മുൻ മന്ത്രി VS ശിവകുമാറിന്റെ സഹോദരന്റെ ശുപാർശയുണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. തമിഴ്, കന്നഡ ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള പോറ്റിയുടെ കഴിവ് ഇതര സംസ്ഥാനങ്ങളിലെ കോടീശ്വരന്മാരായ ഭക്തരെ ഇയാളുടെ വലയിലാക്കി. ഈ ഭക്തർ നൽകിയ കോടികളുടെ സ്വർണവും പണവും എവിടെ പോയി? അത് ആരുടെയൊക്കെ പോക്കറ്റുകളിലേക്കാണ് ഒഴുകിയത്? ഇതാണ് ഇനി ED കണ്ടെത്താൻ പോകുന്നത്. തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് ലഭിച്ചതോടെ ED അഥവാ നമ്മുടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തങ്ങളുടെ തോക്കുകൾ തിരിച്ചു വെച്ചിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖ ഇടത് നേതാക്കൾക്ക് നേരെയാണ്. മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, പത്മകുമാർ എന്നിവരിലേക്ക് അന്വേഷണം നീളുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി ഈ നേതാക്കൾക്ക് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. കോടതിയിൽ നിന്ന് കേസ് രേഖകൾ ED ഔദ്യോഗികമായി ഏറ്റെടുത്ത് കഴിഞ്ഞു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമം അനുസരിച്ചാണ് കേസ്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നാൽ പ്രതികൾക്ക് അത്ര പെട്ടെന്നൊന്നും ജാമ്യം ലഭിക്കില്ല എന്നതാണ്. ശബരിമലയുടെ പേരിൽ നടന്ന അഴിമതി ആയതുകൊണ്ട് തന്നെ ഇതിന് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തിയ ഈ സംഭവത്തിൽ പിണറായി സർക്കാരിന് ഇനി കൈ കഴുകി രക്ഷപ്പെടാൻ സാധിക്കില്ല. സ്വർണ്ണക്കടത്ത് കേസിന് പിന്നാലെ ഈ സ്വർണ്ണക്കൊള്ള കേസ് കൂടി വരുമ്പോൾ സർക്കാരിന്റെ പ്രതിച്ഛായ പൂർണ്ണമായും തകരുകയാണ്. ജനുവരി 11 കേരള രാഷ്ട്രീയത്തിലെ ഒരു കറുത്ത ദിനമായി ഇടതുപക്ഷത്തിന് മാറാൻ പോവുകയാണ്. കാരണം BJPയുടെ ചാണക്യൻ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തുന്നു. BJPയുടെ മിഷൻ 2026 ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനാണ് അദ്ദേഹത്തിന്റെ വരവ്. കേരള നിയമസഭയിൽ 2 അക്ക സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യത്തിലേക്ക് പാർട്ടിയെ നയിക്കാൻ ഷാ നേരിട്ട് പദ്ധതികൾ തയ്യാറാക്കും. ശബരിമല വിഷയമാണ് ഈ ദൗത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. ഭക്തരുടെ വികാരം ചവിട്ടി മെതിച്ചവർക്കെതിരെ കടുത്ത നടപടി വേണമെന്ന് ഷാ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് ബോധ്യപ്പെടുത്താൻ തന്ത്രിയുടെ കുറ്റവിമുക്തമാക്കൽ റിപ്പോർട്ട് BJP ആയുധമാക്കും. ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരുടെ പട്ടികയുമായിട്ടാണ് അമിത്ഷാ വരുന്നത്. അമിത്ഷാ കളമൊരുക്കി കഴിഞ്ഞാൽ പിന്നാലെ എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. പ്രധാനമന്ത്രി സന്നിധാനത്തെത്തുന്നത് വെറുമൊരു പ്രാർത്ഥനയ്ക്കല്ല, മറിച്ച് ഭക്തർക്കൊപ്പമാണ് കേന്ദ്ര സർക്കാർ എന്ന വലിയ സന്ദേശം നൽകാനാണ്.
അയ്യപ്പ ഭക്തരെ ആചാരങ്ങളുടെ പേരിൽ ക്രൂശിച്ചവർക്ക് മുന്നിലൂടെ പ്രധാനമന്ത്രി മല ചവിട്ടുമ്പോൾ അത് പിണറായി വിജയനുള്ള ഏറ്റവും വലിയ മറുപടിയായിരിക്കും. മുൻപ് രാഷ്ട്രപതി വന്നപ്പോൾ ഏർപ്പെടുത്തിയതിനേക്കാൾ വലിയ സുരക്ഷാ സജ്ജീകരണങ്ങളാണ് ഒരുങ്ങുന്നത്. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കും. ശബരിമല വിഷയത്തിൽ ഒപ്പം നിന്നവരോടുള്ള കടപ്പാട് മോദി തന്റെ സന്ദർശനത്തിലൂടെ പ്രകടിപ്പിക്കും. ഇത് BJPക്ക് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മൈലേജ് നൽകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. തന്ത്രി കണ്ഠർ രാജീവർക്കെതിരെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സൈബർ ഇടങ്ങളിൽ വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ മോഷ്ടാവായും അഴിമതിക്കാരനായും ചിത്രീകരിക്കാൻ വലിയൊരു സംഘം തന്നെ പ്രവർത്തിച്ചു. എന്നാൽ പോലീസ് റിപ്പോർട്ടോടെ ഈ സൈബർ ഗുണ്ടായിസത്തിന് തിരശ്ശീല വീഴുകയാണ്. തന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്താൻ ശ്രമിച്ച CPM ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ്. തന്ത്രിയല്ല ദൈവതുല്യൻ എന്ന് പോലീസ് തന്നെ കോടതിയിൽ സമ്മതിക്കുമ്പോൾ വിശ്വാസികളുടെ പോരാട്ടത്തിന് ലഭിച്ച വിജയമായി ഇതിനെ കാണാം. പുകമറ സൃഷ്ടിച്ച് കോടികൾ തട്ടിയെടുത്തവർ ആരാണെന്ന് ജനങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട്. ഹൈക്കോടതിയിൽ നിന്ന് പത്മകുമാറിനും സംഘത്തിനും കനത്ത തിരിച്ചടി ലഭിക്കാനുള്ള സാധ്യതയും ഏറിയിട്ടുണ്ട്. ശബരിമലയിലെ പുണ്യസ്വർണം മോഷ്ടിച്ചവർക്ക് ഇനി അധികകാലമൊന്നും പുറത്തു നടക്കാനാകില്ല. നിയമത്തിന്റെ കരങ്ങൾ അവർക്ക് ചുറ്റും മുറുകുകയാണ്. ഒരു വശത്ത് തന്ത്രിയുടെ നിരപരാധിത്വം തെളിയിക്കുന്ന പോലീസ് റിപ്പോർട്ട്, മറുവശത്ത് EDയുടെ കരുത്തുറ്റ അന്വേഷണം. ഇതിനെല്ലാം ഒപ്പമായി മോദിയുടെയും അമിത്ഷായുടെയും നേരിട്ടുള്ള ഇടപെടലുകളും. കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രം 2026 വഴിമാറി ഒഴുകും. വിശ്വാസത്തെ വ്രണപ്പെടുത്തിയവർക്ക് വോട്ടർമാർ ബാലറ്റിലൂടെ മറുപടി നൽകുന്ന കാലം അതിദൂരെയല്ല. പിണറായി സർക്കാർ പണിത ഈ അഴിമതി കോട്ടകൾ ഓരോന്നായി തകരാൻ പോവുകയാണ്. സ്വർണ്ണക്കൊള്ള കേസ് അതിന്റെ പരിസമാപ്തിയിലേക്ക് അടുക്കുമ്പോൾ അഴിക്കുള്ളിലാകുന്നത് വമ്പൻ സ്രാവുകൾ തന്നെയായിരിക്കും. ശബരിമലയിലെ ഈ ഗൂഢാലോചനയെ കുറിച്ച് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തന്ത്രിയെ കൊടുക്കാൻ നോക്കിയവർക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കുമോ? അമിത്ഷായുടെയും മോദിയുടെയും വരവ് കേരള രാഷ്ട്രീയത്തിൽ മാറ്റമുണ്ടാക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായി ഷെയർ ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.